നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം പനമ്പാലത്താണ്. ഇവിടെ ഇപ്പോൾ ഒരു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടക്കുകയാണ്. വിദേശത്തേക്ക് റിക്രൂട്ട്മെന്റ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഏതാണ്ട് 200 പേരിൽ നിന്നായി 3 കോടിയോളം രൂപ തട്ടിയെടുത്ത സംഭവത്തിന്റെ പേരിലുള്ള സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടുള്ള ശക്തമായ സമരത്തിലാണ് ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ. നമുക്ക് അവരുടെ പ്രതികരണം എന്താണെന്നൊന്ന് കേൾക്കാം. ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് പാലാ സ്വദേശിയായിട്ടുള്ള രാജേഷ് ഐബിയും കരിങ്കുന്നം സ്വദേശിയായിട്ടുള്ള മനുമോൻ ജോസുമാണ്. ഇവര് ഈ കഴിഞ്ഞ 2 വർഷത്തോളമായി ഇപ്പൊ എൻ്റെ വൈഫിനെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടി 5 ലക്ഷം രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അത് മനുമോൻ ജോസിന്റെ HDFC ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് 5,23,60 രൂപ 60 പൈസയാണ് ഞങ്ങൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പൊ അതുപോലെ നിരവധിയായിട്ടുള്ള ആളുകൾ അത് മനുമോൻ ജോസിന് കൊടുത്തത് രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ്. രാജേഷ് എന്ന് പറയുന്ന ആളാണ് പ്രധാന തട്ടിപ്പുകാരൻ. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് മനുമോൻ ജോസിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവര് ഈ ഞങ്ങൾ കൊടുത്തിട്ട് 1 വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവര് ആദ്യം PCC എടുപ്പിച്ചു, അതിനുശേഷം മെഡിക്കൽ എടുപ്പിച്ചു. മെഡിക്കൽ എടുപ്പിക്കാനൊക്കെ പോകുന്നതും PCC എടുക്കുമ്പോഴൊക്കെ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ വിളിച്ചിട്ട് ഇവര് സംസാരിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നമ്മളെ വിളിച്ച് നമ്മൾ PCC എടുക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയും, നിങ്ങൾ വിദേശത്ത് പോകണോ? അതെ. അപ്പോൾ PCC നിങ്ങളുടെ നിങ്ങൾക്ക് കേസ് കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായി, അതുകൊണ്ട് നിങ്ങൾക്ക് PCC ആയിട്ടുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ഈ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ്. പിന്നീട് മെഡിക്കലിന് വിടുകയാണ്. മെഡിക്കലിന് വിട്ടിട്ടുള്ളത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന വൻകിട ഹോസ്പിറ്റലുകളിലാണ്. ഒന്ന് അൽ ആരിഫ എന്ന് പറയുന്ന സ്ഥാപനം, അമ്പലത്തറയിലുള്ള അൽ ആരിഫ. രണ്ടാമത്തത് ഡോക്ടർമാരാൽ മാത്രം നടത്തപ്പെടുന്ന DDRC, തിരുവനന്തപുരം ഉള്ളൂരുള്ള DDRCയിലുമൊക്കെയാണ് ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾ പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അതിനുശേഷം കാനഡയിലേക്കാണ് എൻ്റെ വൈഫിനെ വിടാന്ന് പറഞ്ഞത്. കാനഡയിലെ ഒരു സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു തൊഴിൽ ഏജൻസി ആയിട്ടുള്ള ലേബേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയുടെ വ്യാജ വർക്ക് പെർമിറ്റ് വരെ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇതിനകത്തുള്ള വേറൊരു ഷംനാസ് എന്ന് പറയുന്ന ഒരു പയ്യന് വിദേശ രാജ്യത്തിന്റെ പാസ്പോർട്ട് വ്യാജമായിട്ട് പാസ്പോർട്ടിൽ വിസ അടിച്ചു. പാസ്പോർട്ടിൽ വ്യാജ വിസ അടിച്ച് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ട് അത് വ്യാജമാണെന്ന് അറിഞ്ഞപ്പം ഈ പറയുന്ന മനുമോൻ ജോസ് എന്ന് പറയുന്ന ആളത് ആ പേജ് വലിച്ചു കീറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിൽ പരാതി ഉണ്ട്. ഏകദേശം 30ഓളം സ്റ്റേഷനുകളിലായിട്ട് പരാതികളുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവര് ഈ മനുമോൻ ജോസ് തട്ടിപ്പിന് ഇരയായിട്ട് തട്ടിപ്പ് നടത്തിയിട്ട് മുങ്ങിയപ്പം തൊടുപുഴ പോലെയുള്ള ഞങ്ങളുടെ സ്ഥലത്ത് ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിരുന്നു മനുമോൻ ജോസ്. ആ വക്കീൽ മുഖേന ഇത് സെറ്റിൽ ചെയ്യാന്നാണ് ആദ്യം പ്രചരിപ്പിച്ചത്. അപ്പൊ ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ ആ സെറ്റിൽമെന്റിനെ കാത്തിരുന്ന് 1 മാസം അങ്ങനെ പോയി. പ്രശ്നങ്ങൾ തണുത്തു തുടങ്ങി, പലരും മാറി തുടങ്ങി. അപ്പോൾ ആ മനുമോൻ ജോസിന്റെ വക്കീല് എടുത്ത ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇയാൾക്ക് 3 ബാങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. ആ 3 ബാങ്കിലെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നായി ഏകദേശം 3 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ വലിയ തട്ടിപ്പാണ്. രാജേഷിന്റെ അക്കൗണ്ടിൽ വേറെ. അങ്ങനെ ഇവര് 2 പേരും മുങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങള് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ മെയ് 27-ാം തീയതി പാലാ പോലീസിൽ രാജേഷിനെതിരെ ഒരു കേസ്, കിടങ്ങൂരുള്ള ഒരു യുവതിയുടെ കേസ് വന്നു, സമാനമായ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട്. അവരെ എവിടെയോ രാജ്യത്തേക്ക് വിടാമെന്ന് പറഞ്ഞ് 3.5 ലക്ഷം രൂപ വാങ്ങി അവിടേക്ക് പറഞ്ഞയക്കാൻ താമസിച്ചപ്പോൾ അവർ സംശയം തോന്നി പരാതി കൊടുത്തു. രാജേഷിനെ പിടിച്ചുകൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കോടതി ഹാജരാക്കാൻ ചെന്നപ്പോൾ ഇവര് 3.5 ലക്ഷം രൂപ സെറ്റിൽ ചെയ്ത് അവിടെ കൊടുത്തു. വക്കീലുമാര് അവിടെ ജാമ്യത്തിലെടുത്തു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അത് പത്രത്തിൽ വന്നപ്പോൾ പലരും ഇങ്ങനെ അത് വായിച്ചറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു ഇത് മനസ്സിലായത്. അവിടെ നിന്ന് മുതലാണ് ഞങ്ങളൊരു കോർഡിനേഷൻ ഉണ്ടാക്കുകയും പിന്നെ ഒരു ആക്ഷൻ കൗൺസിൽ സംസ്ഥാന വ്യാപകമായിട്ട് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇവിടെ ഒരു സമരം നടത്താനുള്ള സാധ്യത ഇവിടെ മാത്രമല്ല ഞങ്ങൾ സമരം നടത്തിയത്. ഞങ്ങൾ തൊടുപുഴയിൽ പത്രസമ്മേളനം നടത്തി, പത്രവാർത്തകൾ കൊടുത്തു. അതിനുശേഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അവിടെ പത്രസമ്മേളനം നടത്തി. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്, നമ്മൾ ഒറ്റയ്ക്ക് നാണക്കേട് കൊണ്ട് പലരും മാറി നിൽക്കുന്നുണ്ട്. പിന്നെ കുറെ പേർക്ക് ഇവർ ചെക്ക് കൊടുത്തിട്ടുണ്ട്, ചെക്കിന്റെ കാലാവധി ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നാണക്കേട് കൊണ്ട് മാറി നിന്നാൽ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി ഉയർത്തിയില്ലെങ്കിൽ നാളെയും ഇത് ഇപ്പൊ തട്ടിപ്പാണല്ലോ മൊത്തം നടക്കുന്നത്, ഓൺലൈൻ തട്ടിപ്പുകളടക്കം
ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പുകൾ അടക്കമുള്ള വ്യാജ വിസ തട്ടിപ്പുകൾ അടക്കമുള്ള വിദേശത്ത് ജോലി നൽകാമെന്ന് പറയുന്ന തട്ടിപ്പ് അടക്കമുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു സാമൂഹ്യ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പാലായിൽ നടത്തി, കരികുളത്ത് നടത്തി, മനുമോഹൻ ജോസിന്റെ നാടായ കരികുളത്ത് നടത്തി, അതിനുശേഷം രാജേഷിന്റെ സ്വദേശമായ പാലായിൽ കഴിഞ്ഞ ദിവസം നടത്തി. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സ്ഥാപനം ഇവിടെയുണ്ട്, അവിടെ നടത്തി. ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ട് നിക്ഷേപിക്കുന്ന ആളുകൾക്ക് ഇവൻ ആരാന്നുള്ളത് തിരിച്ചറിയണമല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് സമാനമായ ഒരു സ്ഥാപനം കട്ടപ്പനയിലുമുണ്ട്, ഒരു ബ്രാഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് പ്രധാനമായ ഒരു ആവശ്യം. മറിച്ച് നാളുകളിൽ സമാനമായ തട്ടിപ്പ് ഉണ്ടാവരുതെന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി. അതായത് ഈ രാജേഷ് ഐ വി എന്ന് പറയുന്ന ആളുടെ സ്ഥാപനമായിരുന്നു AR കൺസൾട്ടൻസി. അത് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിലാണ്, ഒരു ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു ഓഫീസ് സംവിധാനത്തിൻ്റെതായ ഒന്നുമില്ല. ഒരു 2-3 കസേര കിടപ്പുണ്ട്, ഒരു ടേബിളും ഉണ്ട്. അവിടെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്ന ആളുകളെ, മനുവിലൂടെ വിളിച്ചു വരുത്തുന്ന ആളുകളെ അവിടെ മീറ്റ് ചെയ്യുന്ന പണിയാണ് രാജേഷ് നടത്തിക്കൊണ്ടത്. അവിടെയായിരുന്നു ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഈ ഓഫീസായിട്ടുണ്ടായിരുന്നു.